ഹലോ അസ്സലാമു അലൈക്കും, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്ലൈം ഉണ്ടാക്കാൻ പറ്റും, അത് ഫ്ലോപ്പ് ആവുക എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോകാം. അപ്പോൾ അതിനായിട്ടുള്ള ആവശ്യമുള്ള സാധനങ്ങളെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മൾക്ക് വേണ്ടത് ഒരു ബൗളാണ്. ബൗളല്ല, ഏത് പാത്രമായാലും കുഴപ്പമില്ല. പിന്നെ ഫെവി ഗമ്മ് വേണം, എല്ലാവരും വീട്ടിലുണ്ടാവണം തന്നെ. പിന്നെ ക്യാമലിൻ്റെ ഒരു ഗമ്മും വേണം. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 150 ml ഇതിന് 25 റുപ്പീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ലാർജ് ഉണ്ട്, ഇതിൻ്റെയും ലാർജ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ നിങ്ങളെ ചോയ്സ് പോലെ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒരു പെയിൻറ്റും വേണം. നമ്മൾ ചേർക്കുമ്പോൾ നല്ല കളർ സ്ലൈമിന് നല്ല ഭംഗി കിട്ടാൻ. പിന്നെ ഉമ്മാൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഞാൻ കളറുകളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ എൻ്റെ ബാഗിൽ എങ്ങനെ പെട്ടൊരു മെറ്റാലിക് പെയിൻ ഉണ്ട്, അതാണ് ഞാൻ എടുത്തത്. എന്നിട്ട് ഇത്തിരി നമ്മൾ ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര സ്ലൈം വേണ്ടത് അങ്ങനെ അനുസരിച്ചിട്ട്. ഇത് ഫ്ലോപ്പാവോ അത് വർക്കൗട്ടാവോ എന്ന് അറിയണ്ടേ, അതിനാണ് ഞാൻ ഇത്തിരി ഇഷ്ടമുള്ള. വർക്കൗട്ടായാലും പിന്നെ നമുക്ക് എപ്പോഴും കുറേ എടുത്തിട്ട് ചെയ്യാമല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ആദ്യം ഉണ്ടാക്കി കൊടുത്താൽ ഒന്ന് ഫ്ലോപ്പായി. അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യം നമുക്ക് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാവുന്നു, പിന്നെ ഒന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ ഇത്തിരി ഒഴിച്ചു. ഇനി നമുക്ക് ആദ്യം ക്യാമലിൻ്റെ ഗമ്മ് ഒഴിച്ചതിന് ശേഷം ആദ്യം പെയിൻറ്റ് ഒഴിക്കണം. ആദ്യം ക്യാമലിൻ്റെ ഗ്ലൂ ഇതാക്കിയിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് എന്നിട്ട് സിൽവർ മെറ്റാലിക്ക് പെയിൻറ്റ് എടുത്തിട്ട് ഇത്തിരി ഒഴിക്കുക. ഇത് രണ്ടും കൂടി നല്ല മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ആക്ടിവേറ്റർ ഫെവി ഗം എടുത്തിട്ട് ഒഴിക്കുക. ഞാൻ സ്പൂണിൻ്റെ തലപ്പച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഐസ്ക്രീം സ്റ്റിക്കാണ് എടുക്കൽ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇത് കാണുമ്പോൾ നമ്മൾ ഷാമ്പിൻ്റെ പോലൊക്കെ തോന്നുന്നത്. ഇനി നമ്മൾക്ക് റെഡൊക്കെ ചേർത്ത് നല്ല ഭംഗി ഉണ്ടാവും. ഇനി നമ്മൾക്ക് ഇത് ഇതാക്കണം, ഫെവി ഗം നമ്മൾ ആക്ടിവേറ്റർ ഒഴിച്ച് കൊടുക്കണം. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പോൾ ഇങ്ങനെ ഇതാക്കിയിട്ട് കട്ട പിടിച്ച്, അപ്പോൾ ഞാൻ തുറന്നിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിന് വെക്കുക. ഇതാണെങ്കിൽ കുറേ നേരം നെക്കി പിടിച്ചിരിക്കണം. ഇനി നമ്മൾ അളക്കുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, അവിടെ സ്ലൈമായി വരുന്നുണ്ട്. എനിക്ക് 2 പ്രാവശ്യം 3 പ്രാവശ്യം ഒഴിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ഇത്തിരി ഗമ്മെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇതാ ബൗളിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ തന്നെ ആയി. ഇനി നമ്മളെ കയ്യിലിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം, ഒട്ടിപ്പൊക്കെ പോവാതെ. ഞാൻ അങ്ങനെ വെച്ചു. ഒന്നും കൂടി ഞാൻ ഗം ഒഴിച്ചു, എന്നിട്ട് നല്ല ഇളക്കി കൊടുത്തു. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോഴും കൈമ ഒട്ടുണ്ടായിരുന്നു. എന്നാണ്ടാവും അപ്പോൾ ഫ്ലോപ്പ് ഏത് സ്ലൈം മാതിരിയൊക്കെ വന്ന്, ജെല്ലി മാതിരിയൊക്കെ വന്ന്. പക്ഷെ നമ്മൾ കളിക്കുമ്പോൾ കൈമ ഒന്നാകെ ഒട്ടിപ്പിടിക്കുകയാണ്. അതുകൊണ്ട് ഞാനത് ബാസ്ക്കറ്റിൽ ഇട്ട് വലിച്ചെറിഞ്ഞു. ഞാനത് സ്ലൈം ആയെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മളെ കൈമേൽ നല്ലോണം ഒട്ടിപ്പിടിക്കുന്നു. സ്ലൈം നമ്മളെ കൈമ ഒട്ടിപ്പിടിക്കില്ലല്ലോ. അപ്പോൾ ഞാനത് വലിച്ചെറിഞ്ഞു. ഇത് സ്ലൈം നമുക്ക് നമ്മളെ എന്താ പറയുക, ശരിക്കത്തെ ആക്ടിവേറ്റർ പിന്നെ അതേമാതിരി തന്നെ അതിൻ്റെ പൗഡറൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും വർക്കൗട്ടാവും. നമ്മളിപ്പോൾ സാധാ ഗ്ലൂ കൊണ്ട് ചെയ്യണോണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഞാൻ ചെയ്യണതിനുള്ള എന്താ പറയുക, വല്ല അബദ്ധങ്ങളും വെച്ചേക്കാനും ഞാൻ ഉണ്ടാക്കിയത് ഫ്ലോപ്പായിപ്പോയി. എനിക്ക് ഉണ്ടാക്കാൻ പറ്റണില്ല. ഇനി വേറെ സ്ലൈം ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോ ഞാൻ വരുന്നുണ്ട് പറ്റുകയാണെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഉണ്ടായത് ഫ്ലോപ്പായി പോവുക ചെയ്തത്. നിങ്ങൾ ചെയ്തിട്ട് ശരിയാവുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കൂ, ഇത്തിരി എടുത്തിട്ട് ശരിയാവുന്നുണ്ടോ അല്ലെന്ന്. ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രോബ്ലം ആണോ എന്ന് അറിയില്ല. കണ്ട സ്ലൈം പോലൊക്കെ വന്നു, പക്ഷെ കൈമട്ട് ഒട്ടി പിടിക്കുന്നുണ്ട്, അതാ പ്രോബ്ലം.
കുറേ യൂട്യൂബിൽ വീഡിയോസിൽ നോക്കി, പക്ഷേ അതൊക്കെ അവർ ഇതേമാതിരി തന്നെ ഉണ്ടാക്കണത്. ഞാനും അത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. പിന്നെ അത് തെറ്റാണോ വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ എന്താ പറയുക, അവരൊക്കെ ഇതേപോലെ തന്നെ ചെയ്യണത്. പക്ഷെ അതൊക്കെ വർക്കാവുണ്ട് എന്താണെന്നൊക്കെ മനസ്സിലാവണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ബൗളുമെല്ലാം ഒട്ടിപ്പിടിച്ചു. അപ്പം ഇനി അടുത്ത വീഡിയോയിട്ട് പുറത്തുനിന്ന് നോയ്സ് ഉണ്ടാവും, അപ്പോൾ ക്ഷമിക്കുക. ഞാൻ ടാബിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ട്രൈപോഡൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ചാരി വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് മറന്നതാണ്, അതാണ് അങ്ങനെ ആയത്. അപ്പോൾ ഞാൻ കുറേ ചെയ്യാൻ നോക്കി, നിലത്തിട്ടിട്ടും അങ്ങനെയൊക്കെ ഞാൻ ഉരുട്ടിയിട്ടൊക്കെ നോക്കി. പക്ഷെ എന്നാലും കൈമൊന്നും ഒട്ടിപ്പോണില്ല. എന്താണെന്ന് നമുക്കിപ്പോഴും മനസ്സിലായില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്ലോപ്പ് ഐഡിയ. Thanks for watching my video. Take care.